ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ രാവിലെ തന്നെ എഴുന്നേച്ചിട്ട് എങ്ങോട്ടാണെന്നല്ല ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 5:45 ഇപ്പോൾ സമയം. 4:30 മണിക്ക് അങ്ങനെ അലാറം വെച്ചതാണ്. അപ്പോൾ ലേറ്റാണ്. വേഗം പോയി എല്ലാം എടുത്തു വെക്കണം. ഷൂട്ടേന്ന് റെഡിയാകാൻ വേണം കേട്ടോ. ലേറ്റ് ആയതുകൊണ്ട് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മളൊരു കൊടൈക്കനാൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായി. പിന്നെ 1-2 ആവശ്യങ്ങളും കൂടെ ഉണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 7:30 മണിയായി. അപ്പം എന്തായാലും ഒരു ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ചായക്കടയിലാട്ടോ നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ അപ്പം, പുട്ട്, കടലക്കറി ഇതാണ് പറയുന്നത്. ഇതൊക്കെ കഴിച്ചു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. വൈകില്ലേ? ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോവുകയാണ്. നമ്മളെവിടെ പോകുന്നു? നമ്മളെവിടെ പോകുന്നു? അങ്ങനെ ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കെ നല്ല ഉറക്കം ഉറങ്ങിയിട്ട് ഉറങ്ങി. എൻ്റെ കയ്യിൽ കിടന്നിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ അവളെ കിടത്താൻ വേണ്ടിയുള്ള സെറ്റപ്പ് ആക്കാണ്ട്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ചുമ്മാ വാങ്ങിയതാണ്, ട്രൈ ചെയ്ത് നോക്കാൻ വെച്ചിട്ട്. പക്ഷെ നല്ല യൂസ്ഫുൾ ആയിരുന്നു ഈ ഒരു ട്രാവലിങ്ങിൽ. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിലോട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. സോ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ബർത്ത്ഡേ പ്രമാണിച്ച് അതുപോലെ 1-2 കാര്യങ്ങൾ കൊണ്ടൊക്കെ ഇപ്പോൾ നമ്മൾ കൊടൈക്കനാലിലോട്ട് പോവാണ്. സോ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങോട്ടെത്തി വളാഞ്ചേരിയൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വന്ന സമയത്ത് നമ്മൾ വണ്ടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാണ്. നമ്മൾ 5 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ച ആൾക്കാരാണ്. നമ്മൾ 7 മണിക്ക് 7 മണി 7:30 ആകുമ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. എന്നാൽ ഉറങ്ങുമ്പോൾ 2 മണി കഴിയാനും പിന്നെ എണീറ്റത് 5:30 മണിക്കാണ്. ഞാൻ സാധനങ്ങളൊക്കെ എടുക്കാൻ ലൈറ്റ് ആയെന്നാണ് പറയുന്നത്. ബട്ട് സ്വാഭാവികം, എല്ലാ ഭാര്യമാരും ലേറ്റ് ആയിട്ടായിരിക്കും. അപ്പം ഇനിയിപ്പോൾ ലേറ്റായിട്ട് ഇറങ്ങിയാൽ തന്നെ തിരിച്ച് വീണ്ടും കയറും. എന്തെങ്കിലുമൊക്കെ മറന്നിട്ട് അല്ലെങ്കിൽ വണ്ടി തിരിച്ച് പോയോണ്ടിരിക്കുമ്പോഴേക്കും എവിടെയെങ്കിലും സ്റ്റക്ക്, അയ്യോ ഞാൻ അത് മറന്നുപോയി ഇത് മറന്നു. സത്യമാണ്. അപ്പം എല്ലാവരും കേസിലുണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ കൂടെ പറയുന്നൊരു കാര്യം എന്താണെന്ന് അറിയാം, പക്ഷെ ഇതൊക്കെ ഇവർ പറഞ്ഞു പോയിട്ട് കറക്റ്റ് ഇവർക്ക് അറിയാം ഇന്ന സ്ഥലത്ത് എത്തിയാൽ അവർക്ക് അത് വേണ്ടിയിരിക്കും. അപ്പം അതേപോലെയാണ് ഇപ്പോൾ എന്തൊക്കെ വേണമെന്നുള്ളതൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവും. ആക്ച്വലി നമ്മൾ പോകാനുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ എടുത്ത് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കഴിയൂല. എനിക്കിടയ്ക്ക് 1-2 വീഡിയോസ് ഷൂട്ട് ചെയ്യണം. പിന്നെ നടക്കൂല എങ്ങനെ പോയാലും. എനിക്ക് ആ ലാസ്റ്റ് തലേന്ന് എടുത്ത് വെച്ചാൽ എല്ലാം റെഡി ആവുള്ളൂ. എന്നിട്ടും ഞാൻ ഒരു ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് മറവിനസൊക്കെ നല്ലോണമുള്ളതുകൊണ്ട് ആ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ ഞാൻ ചെയ്യുള്ളൂ. അപ്പം ഇന്നലെ 2 മണിക്കാണ് കിടന്നുറങ്ങിയത്. പിന്നെ ഒരു 5:30 മണിയാകുമ്പോൾ വീണ്ടും എണീറ്റ് ഫ്രഷായി. പിന്നെയും കുറച്ച് ബാക്കിയും പരിപാടിയാണ് അത് ആക്കി. ലാസ്റ്റിലെ ഹേസിനെയാണ് ഉണർത്തിയത്. അപ്പം അങ്ങനെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ 7 മണി കഴിഞ്ഞിട്ടുണ്ട്. 7 മണി പിന്നെ തൊട്ടടുത്ത് നേരത്തെ ചായയൊക്കെ കുടിച്ചിട്ടാണല്ലോ ഇറങ്ങിയത്. സോ നമ്മൾ എന്ത് ഇതാക്കി പറയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ മറന്നു. പക്ഷെ ഒന്നും മറന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണയിലുള്ളത്. സോ എനിവേ നമ്മളെ യാത്ര തുടരാം. പുള്ളി വണ്ടീൻ്റെ ഈ ഗ്ലാസ്സിന് കൂളിംഗ് ഉണ്ടായിരുന്നു അല്ലേ? ലൈറ്റ് കൂളിംഗ് അപ്പൊ മുമ്പ് കുറച്ച് ബാംഗ്ലൂർ ആവശ്യമാണത് അല്ല, നമ്മുടെ മാരേജിന് ശേഷം അന്നൊരു അത് ബാംഗ്ലൂരിലല്ല, നാട്ടിൽ നിന്ന് തന്നെ. എന്താണ് ആ ടൈമില് ഒരു 3 വർഷം മുമ്പ് കൂളിംഗ് ഭയങ്കരമായിട്ട് തീരെ വെക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ. കൂളിംഗ് വെക്കരുത് എന്നുള്ളതന്നെയാണോ ആ സമയത്തൊക്കെ പറിച്ചു കളഞ്ഞത്. എന്നിട്ട് ഇക്കാക്ക വരയ്ക്കാൻ പോകുന്ന സമയത്ത് ആ ഇല്ല പ്രശ്നം ഇവ ഇക്കാക്ക വരയ്ക്കില്ല അല്ലേ?
ബാംഗ്ലൂരിൽ നിന്നല്ല, ബാംഗ്ലൂർ സോ അപ്പം ഇങ്ങനെ ഫുൾ കഥ പറയുന്നെടുത്ത എന്റെ ഫോണിൽ സ്ഥലം ഉണ്ടാവില്ല. ഷോർട്ട് ബൈ ഷോർട്ട് വീഡിയോയിൽ കാണാം. പ്രഹസനങ്ങൾ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ്, നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ്, നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ്. നമ്മളിങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തിയതാണ്. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടപ്പം എന്നുള്ള സാധനം കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ ഹേസലിന് ഒരു ഫുഡ് കൊടുക്കാൻ അതൊക്കെ വാങ്ങി. ഇതാണ് കമ്പൻ കൂള്. ഇതിലോട്ടെന്താ ഇടയില് നമ്മളെ ഈ ചക്രം ആണല്ലോ കഴിക്കാറ്. ഓക്കെ, വെറൈറ്റീസ് ആണോ അല്ലേ? ഒരു വെറൈറ്റി. എന്നിട്ട് കഞ്ഞി പോലത്തെ ഒരു സാധനം കൂളല്ലേ, അതിന്റെ കൂടെ അത് ഇത് മിക്സ് ആക്കിയിട്ടാണ് കഴിക്കേണ്ടത്. ഓക്കെ, സ്പൈസി ആവും. മാംഗോ അടിക്കാം. ഇതെങ്ങനെയാണ് ഇതാരും ടെക്സ്ചർ കേട്ടോ. ഒരു കഞ്ഞിയൊക്കെ കുടിക്കണമല്ലേ? കഞ്ഞിയല്ല, മോരുമല്ല, കഞ്ഞി അടിച്ചിട്ട് നമ്മള് മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ ആ ഒരു ഇത്. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതില്ല. പക്ഷെ ഇതിന്റെ കൂടെ ഈ സംഭവങ്ങളൊക്കെ മിക്സ് ആകുമ്പോ ഇങ്ങനെ ഒരു ഉണ്ടാവും. പിന്നെ മാംഗോ ശരിക്കും പറഞ്ഞ വീഡിയോന്റെ പേരും പറഞ്ഞിട്ട് വെച്ച് ചാമ്പി ഇളക്കിയത്. ചൂട് സമയത്തൊക്കെ കുടിക്കുമ്പോ നല്ലൊരു കൂൾ ഡിഷ് ആകുമ്പോഴേ തരാം. അങ്ങനെ കമ്മൻകൂളൊക്കെ കുടിച്ച് കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും നമ്മളെ നല്ലൊരു ഈ ഒരു ഹോട്ടലുണ്ട്, ഈ ഒരു കൂട്ടുപുരാന്നുള്ള അങ്ങനെ അവിടെ നിർത്തി നമ്മൾ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഈ ഒരു കടയിൽ നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടോ. കാരണം ഹൈസിലെ ഡയപ്പർ ചേഞ്ച് ചെയ്യാനായിരുന്നു, ഹൈസിനെ ഒന്ന് ഫ്രഷ് ആക്കാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇവരുടെ ബാക്ക് സൈഡിൽ ബാത്റൂമിലുണ്ടായിരുന്നു. അവിടുത്തെ ആ ഒരു ചേച്ചി അടിപൊളിയാണ്, ഭയങ്കര ടേക്ക് കെയർ ചെയ്തു. രണ്ട് പിള്ളേരും നന്നായിട്ട് നോക്കി, ഹൈസിൽ ഫുഡ് കൊടുക്കാനൊക്കെ സെറ്റാക്കി തന്നു. ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ നല്ലൊരു ഊണൊക്കെ കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ആ ഊണ് കഴിച്ചതിന് ശേഷം ഞാൻ നല്ലൊരു ഉറക്കം പാസ്സാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അറിയുന്നത് ഇവിടെ എത്തിയിട്ടാണ്. അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കി, ഹേസിലും ഹൈസിയൊക്കെ എഴുന്നേറ്റു. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് അതൊക്കെ കഴിച്ചിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഹൈസിയും ഹേസിലും രണ്ടുപേരും ഉണർന്നിട്ടാണുള്ളത്. എനിക്ക് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴേ രണ്ടുപേരും കൂടി കൂട്ടി പോകുമ്പം എന്താണ് അവസ്ഥ, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു ടാസ്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ല, ഡെന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഹൈസി മുന്നോട്ട് കയറിയിരുന്നു. ഞങ്ങൾ പാട്ടൊക്കെ കേട്ടു അടിച്ചു പൊളിച്ചിട്ടാണ് പോകുന്നത്. ഹൈസിക്ക് ഒരു 1 year ആയ സമയത്ത് ഞങ്ങൾ കൊടൈക്കനാൽ പോയിട്ടുണ്ടായിരുന്നു. അതും ഇതേ സമയത്താട്ടോ. എൻ്റെ ഒരു ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു 2 days കഴിഞ്ഞ സമയത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഡിസംബറിൽ നെസ്സയും. ഇപ്പോൾ ഇതാ ഹേസലിന് 8 months ആണുള്ളത്. അതേ ടൈമിൽ തന്നെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇതേപോലെ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഏകദേശം എത്താറൊക്കെ ആയ സമയത്ത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കോഡ് ഇറങ്ങുന്നത് കണ്ടപ്പം അവിടെ നിന്ന് വണ്ടി സൈഡാക്കി ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഈ ഒരു ചായക്കടയിൽ കയറി ഇവിടുന്ന് നല്ലൊരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് ബാക്കി യാത്ര എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ എത്തി. യെസ്, അപ്പം നമ്മൾ റൂമിലേക്കൊക്കെ പോകണം. അതിന് മുമ്പ് നല്ലൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയാണ്. ലൈസി
അത് വേണ്ട. അങ്ങനെ നമ്മൾ ചായ ഒക്കെ പറഞ്ഞു. അപ്പോഴാണ് ഈ ഒരു മാഗീൻ്റെ പരസ്യം ദേ ഇപ്പുറത്ത് നോക്കുമ്പോൾ ഫുൾ മാഗി. ഇവിടെ വന്നാലല്ല കേട്ടോ മാഗിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ പോലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പക്ഷെ ആ തണുപ്പത്ത് ആ ഒരു ചൂട് മാഗി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ 2 ബുൾസൈ പറഞ്ഞു, അങ്ങനെ മാഗിയും പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിച്ചു, അടിപൊളിയായി. പിന്നെ ഈ ഒരു ചേച്ചി ഉണ്ടല്ലോ ഷോപ്പത്തെ ചേച്ചീൻ്റെ അടുത്ത് ഭയങ്കര കമ്പനിയായിട്ട്. ഈ ചേച്ചിക്ക് ഞാൻ ഇയറിങ്സ് സ്റ്റഡ് അടിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 മൂക്ക് കുത്തിയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു പോലും. പിന്നെ അടുത്ത് എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്, എങ്ങനെയാണ് അത് ചെയ്യാന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ചേച്ചിയോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഹൈസീബി വീണ്ടും കിടന്നുറങ്ങാൻ വേണ്ടി പോട്ടെ. ഞങ്ങൾ അവനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ്. ഐസിക്ക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആനിമൽസിൻ്റെ ഓരോ പേരും പറഞ്ഞിട്ട് ഞങ്ങൾ പറ്റിക്കുകയാണ്. എലഫന്റ് എലഫന്റ് നമ്മള് നേരെ സൂപ്പ് കുടിക്കാനാണ് വന്നത്. നമ്മള് റൂമിൽ പോലും കയറിയിട്ടില്ല. ഇവിടെ ഓൾറെഡി അസിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് അവിടെയാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. നേരം ഒരു സൂപ്പ് കുടിച്ചിട്ട് തന്നെ ബാക്കി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടെ ഹേസൽ മോള് എണീറ്റിട്ട് പപ്പനെ നോക്കുന്നത്. പപ്പ വൈ ആർ യു നോട്ട് ടേക്കിംഗ് മൈ ബേബി? ഓക്കെ ഓക്കെ ഓക്കെ. Stories that linger on the breath of the breeze. അങ്ങനെ സൂപ്പൊക്കെ കുടിച്ച് നേരെ ഫൈനലി നമ്മൾ നമ്മുടെ റൂമിലോട്ടെത്തി. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. നമ്മൾ ഓൾറെഡി അവിടുന്ന് സൂപ്പ് കുടിച്ചാടുന്നില്ല, ഓൾറെഡി പാർസൽ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ ഇനി ഫുഡ് അടി ഹൈസലും ഹേസലിനൊക്കെ ഫ്രഷാക്കി. ഹേസൽ ഉറങ്ങി, ഹേസലിനൊക്കെ സെറ്റാക്കിയിട്ട് കിടന്നിട്ടുണ്ട്. ഇവിടെ കറങ്കോലാട്ടുള്ളത് മൊത്തം എടുത്തു വെക്കാണ്ട് ഉറങ്ങാൻ കഴിയില്ല. ഹൈസിന് കാണിച്ചേ, ഹൈസി ആണ് ഫുഡ് കഴിച്ചു. സോ ഹൈസിക്കും സെയിം ഡേറ്റിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ടായി. സെയിം ബിയറിൻ്റെ ഡ്രസ്സ്. പിന്നെ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈ, ചിക്കൻ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഇതാണ് എൻ്റെ ബിയർ കുട്ടി, ഹൈസിൻ ആദം. ഹായ് പറസേ, ഹായ്. സോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടമാണ്. അന്ന് വന്നപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫ്രൈഡ് റൈസൊക്കെ ആണ് ഫസ്റ്റ് തന്നെ കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് അടിപൊളിയാണ്. നമ്മൾ നോർമലിയും നമ്മളിങ്ങനെ എവിടെയെങ്കിലും പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മല്ലൂസിനുള്ള ഫുഡിൻ്റെ കാര്യത്തിലേക്ക് കുറച്ചൊന്ന് നമുക്ക് ടാസ്ക് വരാം. പക്ഷേ ഇവിടെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഫുഡ് സ്റ്റേക്ക് സ്റ്റേ എല്ലാം കിട്ടലെന്നാക്കിയിട്ടതാ നമ്മൾ സ്വന്തം മാപ്പിള സെറ്റാക്കി തരും. അതുകൊണ്ട് തന്നെ ഫുഡ് അടിപൊളിയാണ്, സ്റ്റേയും അടിപൊളിയാണ്. 5-8 കൊല്ലം നമ്മളിവിടെ ജീവിച്ചല്ലേ, അതിൻ്റെത് കാണാനുണ്ട്. അടിപൊളിയായിട്ടെല്ലാം പറയാം. എന്നാലും ഫുഡ് കഴിക്കട്ടെ, അല്ലെങ്കിൽ ഈ തണുപ്പത്തിൻ്റെ ഫുഡ് മൊത്തം തണുത്ത്
അലമ്പായിപ്പോ. സോ under the boughs where the shadows നല്ല തണുപ്പുണ്ട്. സോ ഇനി നേരെ കിടന്നു at the break of day. Whispering pines, secrets